ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. റിയൽമി ഇന്നലെ, അതായത് സെപ്റ്റംബർ 13 ഒരു റിയൽമി XT എന്നുള്ള ഫോൺ ലോഞ്ച് ചെയ്യുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം റിയൽമി X എന്നുള്ള ഫോണിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് OnePlusൻ്റെ കേസ് എടുക്കുമ്പോൾ OnePlus 5, പിന്നെ OnePlus 5T ഇറങ്ങി, അതുപോലെ തന്നെ പിന്നെ OnePlus 6, OnePlus 6T ഇറങ്ങി. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ റിയൽമി XT എന്ന് പറയുന്നത് വേറൊരു സെറ്റാണ്. ഇതുമായിട്ട് ചില ഏരിയയിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നു, പക്ഷേ ചില ഏരിയയിൽ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന രീതിയിൽ, പ്രൈസൊക്കെ അതിനേക്കാളും കുറച്ചൊന്ന് കുറവായിട്ടുള്ള രീതിയിലുള്ള ഒരു മോഡലാണ് ഈ റിയൽമി XT എന്നുള്ള മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ റിയൽമി XT എന്നുള്ള ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ റിയൽമി Xുമായിട്ട് എങ്ങനെ ഈ റിയൽമി XT മാറ്റം ഇരിക്കുന്നുവെന്നും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. നമുക്ക് മുമ്പൊക്കെയുള്ള റിയൽമി ഫോണൊക്കെ നോക്കിയാൽ റിയൽമി X അടക്കം നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ബാക്കിലൊക്കെ പ്ലാസ്റ്റിക് ബോഡി ആയിരുന്നു, അല്ലെങ്കിൽ പോളികാർബണേറ്റ് ബോഡി ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് റിയൽമി ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഉള്ള ഒരു ഡിസൈനിൽ, അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനിലൊക്കെ വരുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്, ഒരു നല്ല മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ റിയൽമി Xനേക്കാളും കുറച്ചൊരു അഡ്വാൻറ്റേജ് റിയൽമി XTക്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ റിയൽമി XTയുടെ സൈഡ് ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് മെറ്റൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഡിസൈൻ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാക്കിലൊക്കെ നല്ല ഫ്ലാഷ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഡിസൈന് നമുക്ക് നോച്ചുള്ള ടൈപ്പ്, അതായത് ഡ്യൂ ഡ്രോപ്പ് നോച്ചുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതായത് ഫ്രണ്ട് ക്യാമറക്ക് മാത്രമായിട്ട് ചെറിയൊരു കട്ടിങ് ഉള്ള രീതിയിലുള്ള, സാധാരണ നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു നോച്ചൊക്കെ അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് വരുന്നത്. അതേ ഡിസൈനിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് റിയൽമി Xൽ നോച്ച് ഇല്ലാത്ത ഫുൾ ഡിസ്പ്ലേ വരുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റമുണ്ട്. റിയൽമി XT കുറച്ച് ബാക്കോട്ട് പോയി നോച്ചുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പോപ്പപ്പ് സെൽഫി ക്യാമറ ഉള്ള ഡിസൈനിലൊക്കെ ആയിരുന്നു റിയൽമി X വന്നിരുന്നത്. അപ്പോൾ ഡിസൈൻ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ബാക്കോട്ടാണ് റിയൽമി XT വരുന്നത് റിയൽമി Xനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ. ഓക്കെ, പക്ഷേ ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ റിയൽമി XTക്കാണ് അഡ്വാൻറ്റേജ് റിയൽമി Xനെക്കാളും. പിന്നെ ഈ റിയൽമി XTയുടെ കട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 8.6 മില്ലിമീറ്റർ മാത്രമാണ് കട്ടി വരുന്നത്. അത്യാവശ്യം ഒരു സ്ലിം ആയിട്ടുള്ള ഫോണാണ്. പിന്നെ ഫോണിൻ്റെ ഭാരം പറയുമ്പോൾ 183 ഗ്രാമാണ് ഭാരം. റിയൽമി X എന്നുള്ള ഫോൺ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫോണായിരുന്നു. ഏകദേശം 200 ഗ്രാം ഭാരത്തിൻ്റെ ആ റേഞ്ചിലൊക്കെ ആയിരുന്നു വരുന്നിരുന്നത്. അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഭാരം കുറവുള്ളൊരു ഫോണാണ്. ഓക്കെ, ഇത്രയാണ് ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഡിസ്പ്ലേ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 6.4 ഇഞ്ച് സൈസുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാനൽ എന്ന് പറയുന്നത് സൂപ്പർ അമോൾഡ് അല്ലെങ്കിൽ സൂപ്പർ അമോ LED ഡിസ്പ്ലേയിലാണ് വന്നിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. റിയൽമി Xലും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഡിസ്പ്ലേക്ക് ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. റിയൽമി Xൽ അതില്ലായിരുന്നു, ഫുൾ ഡിസ്പ്ലേ വരുന്ന ഡിസൈനിലായിരുന്നു വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്പ്ലേയുടെ റെസൊല്യൂഷനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ 2340x1080 പിക്സലാണ് വരുന്നത്. അതായത് ഏകദേശം 400 മുകളിൽ പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് ഇത്രയാണുള്ളത്. ഡിസ്പ്ലേ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് നോച്ച് ഇല്ലാത്തത് കൊണ്ട് റിയൽമി Xന് കൊടുക്കാൻ പറ്റും റിയൽമി XTയേക്കാളും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതിൻ്റെ OS അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ഫോണിലും സെയിം ആണ്. നമുക്ക് റിയൽമി XTയിൽ ആൻഡ്രോയിഡ് 5ലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നോക്കുമ്പോൾ ColorOS 6 യൂസർ ഇൻ്റർഫേസ് ആണ്. ColorOSനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഉള്ള ഒരു രീതിയിലാണ് വരുന്നത്. പ്ലോട്ട് വേസ് എന്ന് പറയാം. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. പിന്നെ ഈ ColorOSൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് റിയൽമി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതായത് 2020 മാർച്ചിനുള്ളിലായിട്ട് റിയൽമി X, റിയൽമി XT, അതുപോലെ തന്നെ റിയൽമി 5 Pro, റിയൽമി 3 Pro ഇത്രയും 4 സെറ്റുകൾക്ക് ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ചൊരു സ്ലോ ആണ്. നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡ് 10 ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ച് അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ എന്നിരുന്നാൽ പോലും അവർ അപ്ഡേറ്റ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ OSൽ വേണം അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിൽ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു യൂസർ ഇൻ്റർഫേസാണ് ഈ ColorOS 6 യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂസർ ഇൻ്റർഫേസ് OSനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് CPU അല്ലെങ്കിൽ പ്രൊസസ്സർ അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 712 എന്നുള്ള നമുക്ക് റിയൽമി 5 Proയിൽ കണ്ടുവന്നിരുന്ന അതേ പ്രൊസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റിയൽമി എക്സ് ആയിട്ട് അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ 710 ആയിരുന്നു സ്നാപ്ഡ്രാഗൺ. അതിനേക്കാളും 10% പെർഫോമൻസ് ഇൻക്രീസ് ഉള്ള രീതിയിലാണ് ഈ 712ലേക്ക് വരുമ്പോൾ, അതായത് റിയൽമി എക്സിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് ഒരു 10%. നമുക്ക് റിയൽ ലൈഫിൽ അത് അത്രത്തോളം ഒന്നും അനുഭവപ്പെടില്ല. എന്നിരുന്നാൽ പോലും ഓൺ പേപ്പർ നമുക്ക് പറയാം 10% ഇൻക്രീസ് പെർഫോമൻസ് റിയൽമി XT റിയൽമി എക്സിനേക്കാളും തരുമെന്ന്. ഓക്കെ, ഈ സ്നാപ്ഡ്രാഗൺ 712നെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ഒക്ടാ കോർ പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ 10 നാനോമീറ്റർ ടെക്നോളജിയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹീറ്റ് കുറഞ്ഞ് നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറായിരിക്കും എന്ന് ഈ ഒരു വാല്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് ഈ ഒരു കോറിനെ കുറിച്ച് 8 കോറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള കോറുകളാണ്. അതിൻ്റെ സ്പീഡ് 2.3 GHz ക്രയോ 360 ഗോൾഡ് കോറുകളാണ്. ക്രയോ 360 ഗോൾഡ് കോറുകൾ എന്ന് പറയുമ്പോൾ കോട്ടക്സ് A75 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. അതുപോലെ തന്നെ അടുത്ത 6 കോറുകൾ എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അത്രത്തോളം നല്ല രീതിയിൽ പെർഫോമൻസ് വേണ്ടാത്ത ടാസ്കുകൾക്കൊക്കെ ഈ കോറുകളാണ് ഉപയോഗിക്കുക. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.7 GHz അതിലുപയോഗിച്ചിരുന്ന കോർ എന്ന് പറഞ്ഞാൽ ക്രയോ 360 സിൽവർ കോറുകളാണ്. സിൽവർ കോറുകൾ എന്ന് പറയുമ്പോൾ കോട്ടക്സ് A55 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. ഇത്രയാണ് ഈ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് അഡ്രീനോ 616 GPU ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ നല്ല രീതിയിൽ ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് റാം മെമ്മറി കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 4GB റാം അതുപോലെ തന്നെ 64 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് 6GB റാം 64 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷൻ. മൂന്നാമത്തെ വേർഷൻ എന്ന് പറയുന്നത് 8GB റാം 128 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷനാണ്. ഇത്രയും 3 വേർഷനാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് UFS 2.1 സ്റ്റോറേജ് ആണ് വന്നിട്ടുള്ളത്. യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ് എന്നാണ് അതിൻ്റെ വേർഷൻ 2.1. അതായത് നമുക്ക് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു സ്പെസിഫിക്കേഷനാണ്. അത്യാവശ്യം സ്പീഡായിട്ടുള്ള നോർമൽ ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്നത് വേർഷൻ 3 ആണ്. UFSൻ്റെ വേർഷൻ നോക്കുമ്പോൾ ഏതായിരുന്നാലും ഇൻറ്റേർണൽ മെമ്മറി UFS 2.1 വന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത് നമുക്ക് തീർച്ചയായിട്ടും പെർഫോമൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ അതേപോലെ തന്നെ മൈക്രോ SD കുറിച്ച് പറയുമ്പോൾ നമുക്ക് മൈക്രോ SD എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ്. അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ 2 സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡും ഇത് 3ഉം ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് റിയൽമി എക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇൻറ്റേർണൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതിവിടെ വരുന്നത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ക്യാമറയെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റിയൽമി XT ബാക്കിൽ നമുക്ക് 4 ക്യാമറയാണ്, ക്വാഡ് ക്യാമറ ആണ് വന്നിട്ടുള്ളത്. ഇതിലെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന 64 മെഗാപിക്സൽ ക്യാമറ റെസൊല്യൂഷനിലാണ് വന്നിട്ടുള്ളത്. ഈ 64 മെഗാപിക്സൽ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇത് സാംസങ്ങിൻ്റെ ISOCELL GW1 എന്നുള്ള സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സെൻസറാണ്. നമുക്ക് മുമ്പുള്ള 48 മെഗാപിക്സൽ സാംസങ്ങിന് ഒരു സെൻസർ ഉണ്ടായിരുന്നു, റെഡ്മി നോട്ട് 7Sൽ ഉപയോഗിച്ചിരിക്കുന്ന. അതിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് വേർഷനാണ് ഈ GW1 എന്നുള്ള സെൻസർ. പിന്നെ നമുക്ക് മുമ്പുള്ള 48 മെഗാപിക്സലിൽ വന്നിരുന്ന സോണി IMX586 സെൻസറിനായിട്ട് അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഇച്ചിരി കുറച്ചൊരു ഡീറ്റെയിൽ കൂടിയ രീതിയിലുള്ള ഒരു ക്യാമറയായിട്ട് അല്ലെങ്കിൽ ഒരു സെൻസറായിട്ടാണ് ഇവിടെ ഈ ISOCELL GW1 എന്നുള്ള സെൻസർ വന്നിട്ടുള്ളത്. പിന്നെ ഈ മെയിൻ ക്യാമറയുടെ ലെൻസിൻ്റെ അപ്പർച്ചർ വാല്യൂ f1.8 ആണ്. പിന്നെ ഈ സെൻസറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സെൻസറാണ്. സ്മാർട്ട് ഫോണുകളുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഏറ്റവും വലിയൊരു സെൻസർ എന്ന് പറയുന്നത് 48 മെഗാപിക്സലുള്ള ആ ഒരു സെൻസറിനായിരുന്നു. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ആയിരുന്നു, അല്ലെങ്കിൽ 1/2 ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ 1/1.72 ആണ്. അതിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ നല്ല കാര്യം തന്നെയാണ്. സെൻസർ സൈസ് കൂടുന്തോറും നമുക്ക് ലോ ലൈറ്റ് പെർഫോമൻസും അതേപോലെ തന്നെ ബൊക്കെ എഫക്റ്റ് ഒക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ വരും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഈ 64 മെഗാപിക്സൽ നിന്നുള്ള നോർമൽ ഷോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 16 മെഗാപിക്സൽ റെസൊല്യൂഷനിലാണ് കിട്ടുക. ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1.6 മൈക്രോൺ ആണ്. ഇതൊക്കെ വളരെ നല്ലൊരു വാല്യൂ എന്ന് തന്നെ നമുക്ക് പറയാം.
പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസ് നല്ല രീതിയിലായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഏകദേശം 119 ഡിഗ്രി വൈഡായിട്ടുള്ള നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്യാമറ ഡെപ്ത് സെൻസിങ് ക്യാമറ ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഡെപ്ത് സെൻസിങ് ക്യാമറ എന്ന് റിയൽമി പറയുന്നു, നമുക്കറിയില്ല. ഏതായിരുന്നാലും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിന് ഉപയോഗിക്കുന്ന ക്യാമറയാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2 മെഗാ പിക്സലാണ്. പിന്നെ നാലാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 2 മെഗാ പിക്സൽ അൾട്രാ മാക്രോ മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന, അതായത് വളരെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് റിയൽമി 5 ചെക്ക് ചെയ്ത മാക്രോ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2 മെഗാ പിക്സൽ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. ഇവിടെയും അതേ ഒരു ക്യാമറ വരുന്നത് ഒരു ചെറിയ ഇതായിട്ടുള്ളൊരു പോരായ്മയായിട്ട് പറയാം. തീർച്ചയായിട്ടും ഒരു 8 മെഗാ പിക്സൽ മാക്രോ ഷോട്ട് തരുന്ന രീതിയിലുള്ളൊരു ക്യാമറ ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ പൊളിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽമി എക്സുമായിട്ട് ഈ റിയൽമി XTയുടെ ക്യാമറ ബാക്ക് ക്യാമറ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ക്യാമറയുടെ എണ്ണം വൈഡ് ആംഗിൾ ക്യാമറ കൂടുതലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാക്രോ ക്യാമറ കൂടുതലുണ്ട്. റിയൽമി എക്സിൽ പക്ഷേ ഇതൊന്നും ഈ ഫീച്ചറൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ 64 മെഗാ പിക്സലിലാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് സോണിയുടെ 48 മെഗാ പിക്സൽ സെൻസറായിരുന്നു വന്നിരുന്നത്. ഓൾമോസ്റ്റ് ഈക്വൽ ആണ് നമുക്ക് റിയൽ ലൈഫിലുള്ള പിക്ചറൊക്കെ എടുക്കുമ്പോൾ. എന്നിരുന്നാൽ പോലും ഇവിടെ ആ ഒരു മെച്ചം, കുറച്ചൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിയൽമി എക്സിനാണ് ഒരു മെച്ചം എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് പോസിബിൾ ആണ്. പിന്നെ സ്ലോ മോഷനെ കുറിച്ച് പറയുമ്പോൾ 960 ഫ്രെയിം പെർ സെക്കൻഡിൽ 720 റെസൊല്യൂഷനും നമുക്ക് സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ സാധിക്കും. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്കൊരു വിധം വളരെ വലിയൊരു ക്വാളിറ്റിയുള്ള റെക്കോർഡിംഗ് ആയിരിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഈ ഫീച്ചർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 16 മെഗാ പിക്സൽ സോണിയുടെ IMX471 എന്നുള്ള സെൻസറാണ്. അതായത് 471 എന്നുള്ള സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റിയൽമി എക്സിൽ സെയിം സെൻസറാണ്. അതുപോലെ തന്നെ റിയൽമി 5 പ്രോയിൽ സെയിം സെൻസറാണ്. OnePlus 7ൽ സെയിം സെൻസറാണ്. OnePlus 7 പ്രോയിലും ഈ ഒരു സെൻസറാണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചും നല്ല രീതിയിലുള്ള സെൽഫി ക്യാമറ ഒക്കെ തരുന്ന ഒരു സെൻസർ തന്നെയാണ് ഈ 16 മെഗാ പിക്സൽ സെൻസർ. ഓക്കെ, വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4000 mAh ബാറ്ററിയാണ് വരുന്നത്. 4000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഇതിനോട് കൂടെ തീർച്ചയായിട്ടും ഇവിടെ ഫാസ്റ്റ് ചാർജറും ഇവർ കൊടുക്കുന്നുണ്ട്. വൂക്ക് ചാർജർ വേർഷൻ 3 ആണ്, അതായത് 20 വാട്ട് ചാർജറാണ്, ഫാസ്റ്റ് ചാർജറാണ് കൊടുക്കുന്നത്. നമുക്ക് മുമ്പും വൂക്ക് ചാർജർ അവൈലബിൾ ആണ്. 4000 mAh ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറിൽ താഴെ മാത്രമാണ് ടൈം എടുക്കുന്നത്. വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇതിനെ പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള സെൻസേഴ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാ ബേസിക് സെൻസേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഒരു സെൻസർ നമുക്ക് റെഡ്മി ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് IR ബ്ലാസ്റ്റർ സെൻസർ അവൈലബിൾ അല്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലാണ്, അതായത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നമുക്ക് റിയൽമി എക്സിലും അങ്ങനെ തന്നെ ആയിരുന്നു വന്നിരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അതായത് ഷോമി Mi A3 അതുപോലെ തന്നെ ഗാലക്സി A50 ഉപയോഗിച്ചിരിക്കുന്ന സെൻസറിനേക്കാളും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. റിയൽമി എക്സിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ള അതേ ഒരു ഫാസ്റ്റിൽ ഇവിടെയും വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ Type-C പോർട്ടാണ് വന്നിട്ടുള്ളത് USB പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഇയർഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് ഇപ്പോൾ പല ഫോണുകൾക്കും ഇത് ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ 3.5mm ഓഡിയോ ജാക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് 3 വേർഷൻ ഓൾറെഡി പറഞ്ഞു 3 വേർഷൻ ആണെന്ന്. അതായത് ഒന്നാമത്തെ വേർഷൻ 4GB 64GB വേർഷനാണ്. അതിന് വില വരുന്നത് 15,999 രൂപയാണ്. പിന്നെ രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് 6GB റാം 64GB ഇൻ്റർണൽ മെമ്മറിയുള്ള വേർഷനാണ്. അതിന് ഏകദേശം 16,999 രൂപയാണ്. പിന്നെ അടുത്ത വേർഷൻ എന്ന് പറയുന്നത് 8GB റാം അതുപോലെ തന്നെ 128GB ഇൻ്റർണൽ മെമ്മറിയുള്ള വേർഷനാണ്. അതിൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. അതായത് നമുക്ക് റിയൽമി എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1000 രൂപയുടെ കുറവാണ് ഇവിടെ നമുക്ക് റിയൽമി XTയിൽ വരുന്നത്. ഓക്കെ, ഇവിടെയും നമുക്ക് റിയൽമി XTക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ realme.com-ലുമാണ് ഈ സെറ്റ് അവൈലബിൾ ആയിരിക്കുക. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഓൺലൈൻ വിപണിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ തുടങ്ങുന്നത് സെപ്റ്റംബർ 16 ഉച്ചയ്ക്ക്
12 മണിക്കാണ്. അതായത് ഫ്ലാഷ് സെയിലാണ്. പിന്നെ അടുത്ത സെയിൽ ഓരോ വീക്കിലായിരിക്കും മിക്കവാറും സെയിൽ ഉണ്ടാവുക. പിന്നെ സ്പെഷ്യൽ സെയിലൊക്കെ ഇടയ്ക്കൊക്കെ വരും. അങ്ങനത്തെ രീതിയിലാണ്. ഏതായാലും നമുക്ക് സെയിൽ ഉള്ള ഡേറ്റ് എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് realme.com പോയാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ റിയൽമി XTയുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അതുപോലെ തന്നെ റിയൽമി എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ ഫോൺ പറ്റുവാണെങ്കിൽ വാങ്ങിയിട്ട് അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ചാനലിന് ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.